കേരളത്തിൽ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ ന്യായീകരിച്ചുകൊണ്ട് മൃഗസ്നേഹികളുടെ സംഘടന ഇന്ന് സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിച്ചു. വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി എന്ന സംഘടനയാണ് കേരള ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ന് സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിച്ചത്. ആന എഴുന്നള്ളിപ്പിന് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു മൃഗസ്നേഹികളുടെ സംഘടന ജഡ്ജിമാരെ ന്യായീകരിച്ച് സംസാരിച്ചത്. ഈ ജഡ്ജിമാർക്കെതിരെ കേരള സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് BV നാഗരത്നയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് നേരത്തെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് കേസ് പരിഗണിക്കുമ്പോഴും അത്തരം ചില പരാമർശങ്ങൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. തുടർന്ന് ഈ കേസ് ഹൈക്കോടതിയിൽ പരിഗണിക്കുന്ന ജഡ്ജിമാരിൽ ഒരാൾ നേരത്തെ അഭിഭാഷകനായിരുന്നപ്പോൾ ഈ മൃഗസ്നേഹികളുടെ സംഘടനകൾക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടെന്നുള്ള കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ സമയത്താണ് മൃഗസ്നേഹികളുടെ സംഘടനയ്ക്ക് വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ V ചിദംബരേശ് ഈ 2 ജഡ്ജിമാരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അദ്ദേഹം സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഈ 2 ജഡ്ജിമാരും കറകളഞ്ഞ വ്യക്തിത്വത്തിന് ഉടമകളാണെന്നും അവരുടെ മികച്ച സ്വഭാവം ഉള്ളവരാണ് എന്നുമാണ് പറഞ്ഞത്. അവരുടെ ഈ ഇംപെക്കബിൾ ഇന്റഗ്രിറ്റി സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സംശയവും ഒരു കോണിൽ നിന്നും ഉയർന്നിട്ടില്ല എന്നും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്ന് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് നോട്ടീസ് അയക്കുകയും ചെയ്തു. ഈ ഹർജി തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഉൾപ്പെടെ മറ്റു ഹർജിക്കാർ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഹർജികൾക്കൊപ്പം കേൾക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഈ കേസിൽ വിശദമായ വാദം കേൾക്കൽ ഉണ്ടാകുമെന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്.